അത്ലീറ്റ് ആണോ എന്ന് ചോദിച്ചു. പക്ഷെ ഒരു അത്ലീറ്റ് ആണോ അതോ സ്ഥിരമായി ഇങ്ങനെ മാരത്തണിൽ പങ്കെടുക്കാറുണ്ടോ? Network 18, you can tag them on Instagram and collab them. And also the breakfast counters are open for all the finishers. You can get the breakfast using your bib. ഇതിനു മുൻപ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുതൽ I think already you can see there's a kids zone there by Decathlon right behind. So the kids are already enjoying. So all of you, please don't leave now. We have the official function. കുറെ ഇവന്റ്സ് ഉണ്ട്. റെഗുലർലി അടുത്ത സാറ്റർഡേ ഉണ്ട്, അതിന്റെ അടുത്ത സാറ്റർഡേ കുറെ ഇവന്റ്സ് വരാറുണ്ട്. അപ്പൊ നമ്മൾ റെഗുലർലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതും വെരി വെൽ ഓർഗനൈസ്. എല്ലാം ഈ സ്റ്റേഷൻസ് എല്ലാം ഉണ്ട്. അത് വാസ് വെരി നൈസ്. എല്ലാ ദിവസവും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമോ? ഇതുപോലെ 4-5 ടൈംസ് ഉണ്ടാവും. എത്ര വർഷമായിട്ട്? ഞാനൊരു 8 years ആയിട്ടുണ്ടാവും. 8 years ആയിട്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ശീലം തുടങ്ങിയത്? ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. ഞാൻ ചെന്നൈയിലായിരുന്നപ്പോ താമസിച്ച ബീച്ചിന് തൊട്ടടുത്തായിരുന്നു. അപ്പം വെറുതെ നടക്കാൻ ഇറങ്ങിയ നടത്ത ഓട്ടമായി. പിന്നെ ഈവന്റ്സ് വന്നപ്പോ കൂടുതൽ മോട്ടിവേഷൻ ആയി. ബേസിലിന് താല്പര്യമാണ്? ബേസിൽ ഓടാൻ വരും. ഇതിപ്പോ എലിസബത്ത് എത്ര മീറ്ററിൽ ഓടിയത്? ഞാനിത് 10K ആണ്. ഇവിടെ 10K ആയിരുന്നു ഓടിയത്. ഏത് വിന്നറായോ? സെക്കൻഡ് പ്ലേസ്. ഇതിനു മുൻപ് ഏതെങ്കിലും ചാമ്പ്യൻ ആയിട്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് ഓടാറുണ്ട്. ഫസ്റ്റ് ടൈമാണ്? സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നു. 10K ആദ്യമാണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ. ബേസിൽ എങ്ങനെ? ബേസിൽ സപ്പോർട്ട് ഉണ്ട്? പിന്നെ പുള്ളി നന്നായിട്ട് ഓടും. പുള്ളി റെഗുലർലി വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി ഓടാറുണ്ട്. കുഞ്ഞ്? അതെ. അപ്പൊ വീട്ടിലുണ്ട്. പെട്ടെന്ന് തിരിച്ച് പോകണം. എത്ര 3 വയസ്സാവും 2 ആഴ്ച കഴിയുമ്പോ. അപ്പൊ ഈ കൊച്ചുണ്ടായ സമയത്തൊക്കെ ഒരു വർഷം ബ്രേക്ക് ആയിരുന്നു. പ്രഗ്നൻസി ഡെലിവറി ആ സമയത്തൊക്കെ ബ്രേക്ക് ആയി. പിന്നെ തിരിച്ച് നമ്മള് ഹെൽത്ത് ഒക്കെ ബാക്കപ്പിൽ എടുക്കണം. അതിനുശേഷം ഫസ്റ്റ് ടൈമാണ്? അല്ല അത് ഒരു 1 year കഴിഞ്ഞപ്പോ റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതുപോലെ പല വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. 10 കിലോമീറ്ററിൽ 2ാം സ്ഥാനം സ്വന്തമാക്കിയത് മലയാളികളുടെ പ്രിയങ്കരനായ ബേസിൽ ജോസഫിന്റെ ഭാര്യ എലിസബത്താണ്. നമ്മൾ ഈ ബേസിൽ ജോസഫിന്റെ ഫേസ്ബുക്ക് പേജ് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ കഴിയും. എലിസബത്തിന് എപ്പോഴും കാണാൻ കഴിയുന്നതാണ്. കാരണം എലിസബത്ത് ആ കുഞ്ഞ്, അവരുടെ ആ ഒരു ഫാമിലി, വളരെ രസകരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ എപ്പോഴും മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിശയപ്പെടുത്തിയത് ഇതുപോലെ ഉള്ള ആളുകള് ഈ രാവിലെ മുതൽ ഈ ഒരു വ്യായാമശീലം, നല്ല ആരോഗ്യശീലവുമായി മുന്നോട്ട് പോകുന്നതാണ് അതിശയകരമായ ഒരു കാഴ്ച. എലിസബത്ത് പറഞ്ഞു, എലിസബത്ത് ഒരു ചെറുപ്പം മുതൽ ഒരു കായിക താരമല്ല, ഒരു 8 വർഷമായുള്ള ഈ ഒരു ആരോഗ്യശീലം തുടങ്ങിയിട്ട്. നവമി ഇപ്പൊ നമ്മൾ ബേസിൽ ജോസഫിന്റെ ഭാര്യയുമായിട്ടാണ് ഇപ്പൊ സംസാരിച്ചത്. അവര് അടുത്തറിയുമല്ല, ചെറുപ്പം മുതൽ ഒരു കായിക താരമല്ല, ഒരു 8 വർഷമായോളം ഈ ഒരു ശീലം തുടങ്ങിയിട്ട് ഇപ്പൊ പതിവായി എല്ലാ മാരത്തണുകളിലും പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് 10 കിലോമീറ്ററിൽ ഈ ഒരു വിന്നർ ലിസ്റ്റിൽ വരുന്നത്, 2ാം സ്ഥാനത്ത് എത്തുന്നത്. വലിയൊരു ആവേശത്തിൽ കൂടിയാണ് പോകുന്നത്. മാത്രമല്ല ഒരു കുഞ്ഞു ഭാവിയുണ്ട്, ഇപ്പം 3 വയസ്സായോളം. അങ്ങനെ പലരെയും കാണാൻ കഴിയും കേട്ടോ, അല്ലെ? പല വ്യത്യസ്തരായിട്ടുള്ള പല കാറ്റഗറിയിലുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും. നവമിക്ക് എന്താ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിൽ ജോസഫിന്റെ ഭാര്യനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അവരിങ്ങനെ മാരത്തോണിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച കൂടിയാണ്. അവരും ഇവിടുത്തെ മാരത്തോണിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് വലിയ സന്തോഷം കൂടിയാണ്. കാരണം ഇങ്ങനെ മാരത്തോണിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഓരോ ഇവന്റ് വരുമ്പോഴും, അത് കേരളത്തിന് പുറത്തായിക്കോട്ടെ കേരളത്തിനുള്ളിലായിക്കോട്ടെ, അവർക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്ന, വലിയ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. കാരണം ഒരു തവണ ഈ മാരത്തോണിൽ പങ്കെടുത്താൽ പിന്നെ വരാൻ തോന്നുന്ന തരത്തിലാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ അവരെ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു തവണ നമ്മൾ ഈ മാരത്തോണിൽ പങ്കെടുത്ത് അത് വിജയാവോ പരാജയപ്പെടുകയോ ഒന്നും അല്ല വിഷയം. നമ്മളെ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ പരിപാടിയിൽ എത്രത്തോളം നമ്മുടെ പങ്കാളിത്തം അതിൽ ഉറപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. ആദ്യം 1 കിലോമീറ്റർ ഓടുന്നവരുണ്ടാകും, പിന്നീട് 3 കിലോമീറ്റർ ഉണ്ടാവും. ഓരോ മാരത്തോണിലും അവരുടെ ലക്ഷ്യസ്ഥാനം വർദ്ധിക്കുകയാണ്. അടുത്ത മാരത്തോണിന് വേണ്ടി നമുക്ക് 10 കിലോമീറ്റർ ഞാൻ ഫിനിഷ് ചെയ്യും, 1ാം സ്ഥാനം നേടും എന്നതിൽ തുടങ്ങി അവർ അടുത്ത മാരത്തോണിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പ്രാക്ടീസ്, അത് തന്നെയാണ് ഓരോ മാരത്തോണിലേക്കും അവരെ എത്തിക്കുന്നതും. അത് തന്നെയാണ് അവരുടെ ആവേശവും. ഈ ബേസിന്റെ ഭാര്യയിലും നമ്മൾ അത് കാണുന്നു. അവർ സ്ഥിരമായിട്ട് മാരത്തോണിൽ പങ്കെടുക്കുന്ന ഒരു ആൾ കൂടിയാണ്. ഇവിടെ കുറച്ച്
കുട്ടികൾ ഹായ്. ഹായ്. എത്ര വർഷമായി മാരത്തോൺ വന്നിട്ട് ഒരു 5 വർഷത്തോളമായി. 5 വർഷത്തോളം. എങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ? 5 വർഷത്തോളം ഒരു മാരത്തോൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് 5 വർഷത്തോളം മാരത്തോൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇതിലേക്കും ഒരു ഇൻസ്പിറേഷൻ ആയത്. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വാക്കർ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു 2-3 വർഷമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ എല്ലാ മാരത്തോണായിട്ടും ഒരു കൊളാബറേറ്റ് ആണ്. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവ് കിട്ടി, അങ്ങനെ ഒന്നാ, കുഴപ്പമൊന്നുമില്ല. ഓരോ മാരത്തോൺ പങ്കെടുക്കുമ്പോഴും അതിന് ആളുകളുടെ എണ്ണത്തിൽ പങ്കാളിത്തത്തിൽ വർധന വളരെ കൂടുതൽ എല്ലാ മാരത്തോണും വളരെ കൂടുതൽ. കാരണം ഒരാൾ വന്നാലേ അയാളുടെ കൂട്ടുകാർ വരും, ഫ്രണ്ട്സ് വരും. പിന്നെ അവര് ഒരു ഇപ്പം സിംഗിൾ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു എൻജോയ്മെന്റ് ആണല്ലോ, ഒരു ഗ്യാതറിംഗ്, ഒരു സൊസൈറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ ഒരു എല്ലാവർക്കും വളരെ ഏതായാലും പൊതുവെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് എല്ലാ മാരത്തോണും അനുസരിച്ച്. ഇതിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആളുകളോട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്കൊരു മെന്റൽ റിലീഫ് മാത്രമല്ല, ഒരു സോഷ്യൽ ഒരു ഇൻവോൾവ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇതിപ്പോ സിംഗിൾ ആയിട്ട് വന്നവരാണെങ്കിലും ഇവിടുന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, ഒരുപാട് നമ്മുടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വട്ടം വന്ന് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഐ പ്രോമിസ്. തീർച്ചയായിട്ടും, ഷുവർ. 5 വർഷമായി മാരത്തോണിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒരു തവണ നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ പിന്നെ വരാൻ തോന്നുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഒരു തവണ നിങ്ങൾ ഇതിൽ വന്നാൽ പിന്നെ വരാൻ തോന്നും. അതാണ് ഈ മാരത്തോൺ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളെല്ലാം സ്ഥിരം ഒരു മാരത്തോൺ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് ഇതിലേക്ക് വരാൻ തോന്നും. കാരണം ആ കിട്ടുന്ന ഒരു വൈബ്, ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഈ അടുത്ത വർഷം ഏത് ഡേറ്റ് എന്നുള്ളത് നമ്മൾ തീർച്ചയായും നോക്കിയിരിക്കും. അതാണ് ഓരോ മാരത്തോണിന്റെ വിജയം എന്ന് പറയുന്നതാണ്. കാരണം ഇത് അത്ര ഇവന്റ് ഉണ്ട്, കുട്ടികൾക്ക് പങ്കെടുക്കാം, 1K ഉണ്ട്, 2K ഉണ്ട്. അപ്പൊ ഫാമിലിയായിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇവന്റുകളിലൊന്നാണ് നമ്മുടെ കൊച്ചി മാരത്തോൺ. തീർച്ചയായും ഞാൻ കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളിലൊക്കെ പങ്കെടുത്തതായിരുന്നു. തീർച്ചയായും അല്ല, ഞാൻ 5K ആയിരുന്നു. അതെ, ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഒത്തിരി സ്ഥിരമായിട്ട് നടക്കുന്നവരുണ്ട്, ഓടുന്നവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഇവന്റ് ആണ്. തീർച്ചയായും ഇപ്പോ വ്യായാമം നമ്മുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിനായിട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ കാണുന്നത്. ലഹരി എന്ന് പറയുന്ന ഒരു അഡിക്ഷനാണ്, പക്ഷെ അതിനേക്കാൾ നല്ലൊരു അഡിക്ഷനാണ് രാവിലെ ഒരു മോർണിംഗ് സെഷൻ. നമുക്ക് രാവിലെ ഡെയിലി ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് തുല്യമാണ് രാവിലെ നടക്കാൻ പോവുക, ഓടാൻ പോവുക എന്ന് പറയുന്നത്. തികച്ചും എന്തൊരു ലഹരിയും മാറട്ടെ പുതിയ ജനറേഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാലും ലഹരി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.